പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാക്കോയും മേരിയും എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ജോമിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജിനിയെ സാന്ദ്ര വിരട്ടിയതിനെ തുടർന്ന് ആകെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ജിനി പകച്ചു പോകുന്നു. ഇതേ തുടർന്ന് വീട്ടിലെത്തിയ ജിനിയെ ഞെട്ടിച്ചുകൊണ്ട് സണ്ണി ആൽബി ആരാണ് എന്നുള്ള കാര്യം കണ്ടെത്തണമെന്നും ആൽബിയുടെ കയ്യിൽ നിന്നാണ് ആന്റണിക്ക് ചാക്കോയെ ലഭിച്ചത് എന്നുള്ളതിന് തെളിവുകളുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ആന്റണിയെ അറിയില്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന സേവ്യർ ഇനി ആരൊക്കെ തന്നെ ഒറ്റിക്കൊടുത്ത് പെടുത്താൻ ശ്രമിച്ചാൽ പോലും താൻ രക്ഷപ്പെട്ടു പോകുമെന്നും ആന്റണിയെ ഇനി കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നും ആൽബി പോലെ ആന്റണിയും രൂപമില്ലാത്ത കഥാപാത്രങ്ങൾ മാത്രമായി മാറും എന്ന് വ്യക്തമാക്കി അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ഇതേ സമയം ചാക്കോയെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നതിനായി കസ്തൂരിയുടെ കൂട്ടത്തിലെ മണികണ്ഠൻ ശ്രമിക്കുകയും വഴിയിൽ വെച്ച് മണികണ്ഠൻ കസ്തൂരിയുടെ സംഘത്തെ ഉപേക്ഷിച്ച് നമുക്ക് രക്ഷപ്പെടാമെന്നും കസ്തൂരിയുടെ കൈകൾ എത്താത്ത സ്ഥലത്ത് മേരിയെയും ചാക്കോയെയും താൻ എത്തിക്കാമെന്നും ഇരുവരെയും വിവാഹം കഴിപ്പിക്കാമെന്നും പറയുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി വഴിയിൽ വെച്ച് കുര്യച്ചന്റെ ഗന്ധം തിരിച്ചറിയുന്ന ചാക്കോ കുര്യച്ചനെ അപ്പ എന്ന് വിളിച്ചുകൊണ്ട് പിന്തുടരാൻ ശ്രമിക്കുന്നുവെങ്കിലും ആളെ തിരിച്ചറിയാത്ത കുര്യച്ചൻ ഓട്ടോയിൽ കയറി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ചാക്കോയെയും കൂട്ടിക്കൊണ്ട് മണികണ്ഠൻ വീണ്ടും കസ്തൂരിയുടെ സങ്കേതത്തിലെത്തുകയും ഉണ്ടായ സംഭവങ്ങളെല്ലാം കനകത്തോട് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ പ്രവർത്തിച്ചത് എന്നുള്ള കാര്യം തനിക്കും മനസ്സിലാകുന്നില്ല എന്ന് കനകം പറയുകയും എന്തായാലും ഈ കാര്യം മറ്റാരെയും അറിയിക്കേണ്ട എന്ന് ഇരുവരും തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം തന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന സാന്ദ്രയ്ക്ക് ചാക്കോ മരിച്ചു എന്നുള്ള കാര്യത്തിൽ ഉറപ്പാവുകയും തിരികെ വീട്ടിലെത്തിയ സാന്ദ്ര നീലാംബരിയോട് ചാക്കോ തന്നെയാണ് മരിച്ചത് എന്ന് താൻ ഉറപ്പിച്ചു കഴിഞ്ഞുവെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. പക്ഷേ സാന്ദ്രയുടെ ഈ വാക്കുകൾ അംഗീകരിക്കാൻ നീലാംബരിക്ക് സാധിക്കുന്നില്ല. ഇതേ തുടർന്ന് ചാക്കോയുടെ അമ്മയെ ഫോൺ ചെയ്യുന്ന സാന്ദ്ര തനിക്ക് ഇപ്പോൾ കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നും പക്ഷേ പ്രതികൾ ആരാണ് എന്നുള്ള കാര്യം മാത്രമാണ് ഇനി തെളിയിക്കാനുള്ളത് എന്നും വ്യക്തമാക്കുന്ന സാന്ദ്ര അതുകൊണ്ട് തന്നെ താൻ അന്വേഷണവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നും ഉടൻ തന്നെ പ്രതികളെ പിടികൂടുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ സംസാരമെല്ലാം കേൾക്കാനിടയാകുന്ന നീലാംബരി ഉടൻ തന്നെ വക്കീലിനെ ചെന്ന് കാണുകയും വക്കീലിനോട് ഉണ്ടായ സംഭവങ്ങളെല്ലാം അറിയിക്കുകയും ചെയ്യുന്നു. കേസ് എന്തായാലും ക്ലോസ് ചെയ്യാനാണ് ഇപ്പോൾ സാന്ദ്ര പോകുന്നത് എന്നും തന്റെ ചാക്കോച്ചനെ കണ്ടെത്താൻ അവർക്ക് സാധിക്കുകയില്ല എന്നും പറയുന്ന നീലാംബരി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് സത്യങ്ങൾ അംഗീകരിക്കാൻ നീലാംബരിയും തയ്യാറാകണം എന്നുള്ള കാര്യം വക്കീൽ പറയുകയും പ്രതികളായി വരിക സണ്ണിയും സേവ്യറും തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.